കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ആ കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ആ കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം. ഏർലി ബേർഡ്സ് പ്രഭാത നടത്തമാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പ്രഭാതം എന്നത് ബൂരിക ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രഭാതത്തെ നാം വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കണം. പ്രഭാതത്തെ പരിഗണിക്കേണ്ടത് നാം അന്തരീക്ഷത്തിലേക്കും പക്ഷികളിലേക്കും പ്രകൃതികളിലേക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ സാധിക്കും. അവർ നേരത്തെ എഴുന്നേൽക്കുന്നു. എല്ലാ പക്ഷികളും പറവകളും എല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നു. അതുപോലെ പൂടി നിൽക്കുന്ന ഇലകളുള്ള എല്ലാ ചെടികളും പ്രഭാതമാകുമ്പോഴേക്ക് വിടരുകയാണ്. അങ്ങനെ പ്രഭാതത്തെ എതിരേൽക്കാൻ വേണ്ടി പ്രകൃതി മുഴുവൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ നിദ്രയിലാണ്ടു കിടക്കുന്നത് തീർച്ചയായും അവന് ആ പ്രഭാതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുകയില്ല. നാം പ്രഭാതം വളരെ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കണം. സുബഹിക്ക് മുമ്പ് തന്നെ, സുബഹി ബാങ്കിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നാം നേരത്തെ ഉറങ്ങുന്നവരായിരിക്കണം. നേരത്തെ ഉറങ്ങാതെ നാം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ മുഴുകി സമയം കളയുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇശാഇന് ശേഷം സംസാരിക്കാൻ കൂടുതൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പാടില്ലെന്നാണ് ദീനിന്റെ പാഠം. കിതാബുകളിലൊക്കെ നമുക്ക്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇശാഇന് ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷം അനാവശ്യമായി സംസാരിച്ചിരിക്കുന്നത് അഭിലഷണീയമല്ല. അതിഥികളോ മറ്റോ വന്നാൽ അവരോട് സംസാരിക്കുക എന്നതൊഴിച്ച് ഇശാഇന് ശേഷം എന്നത് നാം വേഗം തന്നെ ഉറങ്ങാൻ, ശരീരത്തിന് നാം വിശ്രമം കൊടുക്കേണ്ട സമയമാണ്. അങ്ങനെ ശരീരത്തിന് നേരത്തെ തന്നെ വിശ്രമം കൊടുത്ത് നേരത്തെ തന്നെ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച്, തഹജ്ജുദിന്റെ ഒരുപാട് മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.